ഞാനും എൻ്റെ ജാതുവിൻ്റെ അച്ഛനും കൂടി ഒരു യാത്ര പോവാണ് കേട്ടോ. ഒരു ദൂരയാത്ര. നമ്മൾ മൂന്നാളും കൂടി ബസ് പിടിക്കാനുള്ള ഓട്ടത്തിലാണേ. ഓട്ടമല്ല, നടത്തെന്നൊക്കെ പറയാം. ഈ യാത്രയിലും നമ്മൾ മാത്രമല്ലേ, നമുക്ക് പിറകെയും ആളുണ്ട് കേട്ടോ. കണ്ടില്ലേ, പെട്ടിയും കിടക്കയും ഒക്കെ ആയിട്ട് ഒരു സെറ്റ് തന്നെ വരുന്നത്. ഇനി ബസ് കാത്തൊരു നിൽപ്പാണേ. അങ്ങനെ നോക്കി നോക്കി അവസാനം ചിലർ സലാം പറഞ്ഞു അങ്ങ് കിടന്നു. വീണിടം വിഷ്ണുലോകം എന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെ. അങ്ങനെ കുറേ നേരം ബസ് നോക്കി നിന്ന്. ബസ് വന്നു കേട്ടോ. അത്യാവശ്യം തിരക്കും ആളും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി കേട്ടോ. ഇനി നേരെ അടൂര് ഡിപ്പോയിലേക്ക്. അടൂര് ഡിപ്പോയിൽ നിന്ന് നമ്മൾ നേരെ പോവുക കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലേക്കാണേ. കൃത്യനിഷ്ഠ ലേശം കൂടുതലായതുകൊണ്ട് 5:45 ട്രെയിനിന് 4 മണിക്ക് ഞങ്ങളെല്ലാവരും അവിടെ ഹാജർ വെച്ചിട്ടുണ്ടായിരുന്നേ. ഗണപതി കല്യാണം പോലെ നാളെ നാളെ നീളെ നീളെ വെച്ച ഒരു ചടങ്ങായിരുന്നു കേട്ടോ നമ്മുടെ കാശിമോൻ്റെ മൊട്ടയടി. കാശിക്കുഞ്ഞിൻ്റെ 1 വയസ്സ് തൊട്ട് പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഈ മൊട്ടയടി യാത്ര. അതിങ്ങനെ നീണ്ട് 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 ഇത്ര നാളായി. സമയവും സന്ദർഭവും ഒത്തു വന്നപ്പോൾ ദാണ്ടടാ അമൃത എക്സ്പ്രസ്സിൽ റിസർവേഷൻ ഫുള്ളായി. അങ്ങനെയാണ് കേട്ടോ നമ്മളിങ്ങ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് ചേക്കേറിയത്. അടൂരിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ റൂട്ട് മാപ്പിൽ ഇപ്പോൾ നമ്മൾ വന്നെത്തിയത് കൊട്ടാരക്കരയിലാണേ. കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ നേരെ പോവുക മധുരയ്ക്കാണ് കേട്ടോ. മധുരയിൽ നിന്ന് ബസ് വഴി പളനിക്ക് പോകാമെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടൽ. ഈ യാത്രയുടെ അറ്റവും മുറിയൊക്കെ ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ. ഈ പളനി യാത്ര നേർച്ചയൊന്നുമല്ല കേട്ടോ. കാശിക്കുട്ടൻ നേർച്ച മൊട്ടയും അല്ലേ, ഒരാഗ്രഹം. ആഗ്രഹത്തിൻ്റെ പുറത്ത് നടന്നൊരു യാത്രയാണ് കേട്ടോ ഇത്. എഴുകോണെന്ന് അച്ഛനും അമ്മയൊക്കെ അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേഷനിൽ. എല്ലാവരും കൂടി ചേർന്നൊരു യാത്ര, അതായിരുന്നു പ്ലാൻ. പക്ഷേ ഇതിൽ മാമനും പാപ്പനും ഒക്കെ മിസ്സായിപ്പോയി. കാശിമോൻ്റെ ആദ്യത്തെ ദൂരയാത്രയാണ് കേട്ടോ ഇത്. ദൂരയാത്രയെന്നോ തീർത്ഥയാത്രയെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ വന്നപ്പോൾ വിജനമായി കിടന്ന സ്റ്റേഷൻ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് ഉണർന്നത്. ആളും ബഹളവും തിരക്കും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ദാണ്ടടാ നമ്മൾ നോക്കി നിന്ന പുള്ളി ദേ വരുന്നു. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടുത്തുകാരും ഇവിടുത്തുകാരോട് ചേർന്ന് മൊത്തത്തിൽ 10 പേരുണ്ട് കേട്ടോ. ഈ 10 പേർക്ക് അടുത്തടുത്ത് സീറ്റ് പിടിക്കുക എന്നുള്ളതായിരുന്നു ഒരു ടാസ്ക്. ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ടാസ്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയി കേട്ടോ. അങ്ങനെ കൊട്ടാരക്കരയിൽ നിന്ന് എഴുകോൺ സ്റ്റേഷനും കടന്ന് നമ്മുടെ ട്രെയിൻ അങ്ങനെ മുന്നോട്ട്. ഇനി കുറച്ച് കാഴ്ചകളൊക്കെ കാട്ടിത്തരാം കേട്ടോ. ഏതൊക്കെയോ സ്റ്റേഷൻ കഴിഞ്ഞ് ട്രെയിൻ അങ്ങനെ മുന്നോട്ട് പോവാണേ. കാശിക്കുട്ടൻ ഇടയ്ക്ക് വഴക്കും ബഹളമൊക്കെ തന്നെ. ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഇങ്ങനെ ഒന്ന് വരും കേട്ടോ. വീണ്ടും വഴക്ക്. എന്തിനെന്നോ കാശിമോന് തനിയെ കയറി നടക്കാൻ. അവസാനം അവൻ്റെ അച്ഛൻ നാണ്ടേ അവനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടേ. അവസാനം അവൻ അച്ഛൻ്റെയും കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി അവൻ തനിയെ കളി തുടങ്ങി കേട്ടോ. ട്രെയിനിൽ ഇരിക്കണോ കിടക്കണോ നടക്കണോ എന്നറിയാൻ വയ്യാതെ അവനും ആകെ കൺഫ്യൂഷനാണെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യമൊക്കെ ആശാനെ നമ്മൾ കുറേ പിടിച്ചിരുത്താൻ നോക്കിയതാണ് കേട്ടോ. അവസാനം അവൻ തന്നെ ജയിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നുണ്ടായിരുന്നേ. പിന്നീട് കാശുവിൻ്റെ പുതിയ കളി സീറ്റിൽ വലിഞ്ഞു പിടിച്ച് കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. ആള് വീണ്ടും സീറ്റിൽ കയറും ഇറങ്ങും, ഇത് തന്നെ. സമയം പോകെ പോകെ ഓരോരുത്തരും ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ, ഒരാളൊഴിച്ച്. അത് അപ്പുവണ്ണാണ് കേട്ടോ. എന്തിനാണ് ആ മനുഷ്യൻ ഉറക്കമൊഴിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇതിനിടയ്ക്ക് ഫുഡടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊന്നും വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. അല്ലെങ്കിലും നിങ്ങൾക്കറിയാലോ ഫുഡ് കണ്ടാൽ ഞാൻ വീഡിയോ മറക്കുന്നു. എങ്കിലും ഒരൈറ്റം കിട്ടി കേട്ടോ. ഇതാണ് തിരുനെൽവേലി ഹൽവ. തിരുനെൽവേലി സ്റ്റേഷൻ എത്തിയപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ചൂട് ഹൽവ. നമുക്കിത് അലുവയാണേ.
ഈ ഹൽവയൊക്കെ കഴിക്കുന്നത് രാത്രി 2 മണി 2:30 സമയത്താണ് കേട്ടോ. നമ്മൾ ഏതാണ്ട് മധുരൈ സ്റ്റോപ്പൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് തുടങ്ങിയിട്ടുണ്ടേ. ഞാനും വന്നിരുന്ന് വീഡിയോ എടുക്കുന്നത് ഉറക്കപ്പിച്ചിലാണേ. സ്റ്റേഷൻ എത്താറായതും എല്ലാവരും പുറത്തേക്ക് നോട്ടം തന്നെ നോട്ടം. എപ്പോൾ എത്തും എപ്പോൾ എത്തും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മധുരൈ സ്റ്റേഷൻ അങ്ങനെ എത്തി കേട്ടോ. എല്ലാവരും ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങുകയാണേ. നമ്മളും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇറങ്ങി കേട്ടോ. ഇതിന് ശേഷം ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ കുഴപ്പിച്ചത് ഇതേത് വഴി പുറത്തേക്ക് ഇറങ്ങുന്നുള്ളതാണ് കേട്ടോ. പിന്നെന്താ, ചോദിച്ച് പോകാനങ്ങ് കരുതി ഒരു വഴിക്കങ്ങ് നടന്നു. മുന്നോട്ട് വെച്ച കാൽ ഇനി പിന്നോട്ടേ ഇല്ല. എല്ലാവരും ഇനി മുന്നോട്ട് തന്നെ. എല്ലാവരും നടക്കുന്ന കണ്ടിട്ട് നമ്മളും ഒരോളത്തിന് അങ്ങ് നടന്നു തുടങ്ങി കേട്ടോ. ഇത് അത്യാവശ്യം ഒരു വലിയ സ്റ്റേഷനാണ് കേട്ടോ. ഇനി ഇരുട്ടായതുകൊണ്ട് തോന്നുവാണോന്നും അറിയില്ല. അല്ല, തോന്നലല്ല കേട്ടോ, ഇത് അത്യാവശ്യം വലുതാണെന്ന് തോന്നുന്നു. ഇതൊരു 3 മണി 3:15 സമയമാണ് കേട്ടോ. ഇവിടുന്ന് പിന്നെ പഴനിക്ക് ട്രെയിൻ ഉള്ളത് 7 മണിക്കാണേ. നമ്മൾ സ്റ്റേഷനിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഓട്ടോക്കാർ നമ്മളെ വന്ന് പൊതിയും കേട്ടോ. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നാൽ തന്നെ ബസ് സ്റ്റോപ്പ് കാണും കേട്ടോ. നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓട്ടോയിലാണ് കേട്ടോ സ്റ്റാൻഡിലേക്ക് പോയത്. ഇവിടെ ഇങ്ങനെ ഓട്ടോയിൽ ആളെണ്ണം കൂടുന്നതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. ആൾക്കനുസരിച്ചാണ് കേട്ടോ ഇവിടെ ഓട്ടോ ചാർജ് വരിക. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് ദൂരമുണ്ട് കേട്ടോ സ്റ്റാൻഡിലേക്ക്. നമ്മൾ സ്റ്റാൻഡിലെത്തിയതും ആദ്യം കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. 3:30 സമയമായിട്ടും ഇവിടെ ആൾക്കാർക്ക് വലിയ പഞ്ഞൊന്നുമില്ലേ. നമ്മൾ സ്റ്റാൻഡിലെത്തിയ സമയത്ത് ഒരു പഴനി ബസ് ഉണ്ടായിരുന്നു കേട്ടോ. സീറ്റ് ഫുള്ളായതുകൊണ്ട് നമ്മളതിൽ കയറിയില്ല. പിന്നീടുള്ള ബസ് ഒരു 4:30 5 മണി സമയത്തായിരുന്നേ. അങ്ങനെ ബസ് വന്ന് സീറ്റൊക്കെ കിട്ടിയേ. ഇനിയുള്ള മുട്ട വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്